ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഈ തിയറി പറയുന്നത് ഒരു എക്കണോമിയിൽ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും അത് തൊഴിലും എംപ്ലോയ്മെൻറ്റിലെ തൊഴിലവസരങ്ങളും അതിൻ്റെ ഔട്ട്പുട്ടും അഗ്രിഗേറ്റ് സപ്ലൈയും എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എപ്പോഴും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഈ കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ തിയറി പ്രകാരം അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എല്ലാ ഫാക്ടേഴ്സും എൻഗേജ്ഡ് ആണ്. അവർ ആരും തൊഴിലില്ലാതെ നിൽക്കുന്നില്ല. അപ്പം എല്ലാ ഫാക്ടേഴ്സും ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഒരു കണ്ടീഷനാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റും ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട്. ദ ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ഇതിനെ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. എക്സ്പ്ലെയിൻസ് ഹൗ ദ ടോട്ടൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ ആൻ എക്കോണമി ആർ ഡിറ്റർമൈൻഡ്. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഇത് അസ്യൂം ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രൈസസ്, അതായത് പ്രൈസ് ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് മാറുന്ന പ്രൈസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ അസംഷൻസിന്റെ കാര്യങ്ങളിൽ വരുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ ബേസിക് ഐഡിയ നോക്കാം. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ബിലീവ്സ് ആണ് ഈ ബേസിക് ഐഡിയയിൽ പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സ് ആരൊക്കെയാണ്? ഇപ്പം ആഡം സ്മിത്ത്, റിക്കാർഡോ, സേ ആൻഡ് ജെ.ബി. സേ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വിശ്വസിച്ചിരുന്നത് ദ എക്കണോമി ഓൾവേസ് ടെൻസ് ടുവേർഡ് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫുൾ എംപ്ലോയ്മെന്റിലേക്കാണ് ഒരു എക്കണോമി എപ്പോഴും, അതിന്റെ ഒരു ടെൻഡൻസി എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഔട്ട്പുട്ട് അഥവാ നാഷണൽ ഇൻകം, ഇത് രണ്ടും ഒരേ ടെക്നിക്കലി ഒന്നായിട്ടാണ് ഈ എക്കണോമിക്സിൽ എടുക്കുന്നത്. ഔട്ട്പുട്ടും നാഷണൽ ഇൻകവും ഡിപ്പെൻഡ്സ് ഓൺ ദ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. അത് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് വെച്ചാൽ കൂടുതൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും. ഇപ്പം എംപ്ലോയ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇപ്പം എന്തൊക്കെ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ഉണ്ടോ ഔട്ട്പുട്ട് കൂട്ടുന്ന എല്ലാ ഘടകങ്ങളും സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ആണ്. അപ്പം അതിനെ ആശ്രയിച്ചാണ് ഔട്ട്പുട്ട് നിൽക്കുന്നത്. നോട്ട് ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ഫാക്ടേഴ്സിനെ അനുസരിച്ചല്ല. അതായത് ഇപ്പം ആൾക്കാരുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കും. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ അല്ല ഇത്. സപ്ലൈ സൈഡ് ഫാക്ടറാണ്. അടുത്തത് മാർക്കറ്റ് ഫോഴ്സസ് ഓട്ടോമാറ്റിക്കലി. ഏതൊക്കെയാണ് മാർക്കറ്റ് ഫോഴ്സസ്? ഡിമാൻഡ്, സപ്ലൈ ഓട്ടോമാറ്റിക്കലി ബ്രിങ് ദ എക്കോണമി ടു ഇക്വിലിബ്രിയം. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് ഈ സപ്ലൈ സൈഡ് ഫാക്ടർ മാത്രമാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വിലിബ്രിയത്തിലേക്ക് ഇത് നയിക്കുന്നു എന്നും ഈ ക്ലാസിക്കൽ എക്കണോമിക്സിലെ ബേസിക് ഐഡിയയിൽ ഇവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ തിയറിയുടെ സിമ്പിൾ ആയിട്ടുള്ള ചില അസംഷൻസ് നോക്കാം. അസംഷൻസ് ഓഫ് ദ ക്ലാസിക്കൽ തിയറി. ഒന്നാമത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്, പറഞ്ഞു കഴിഞ്ഞു. ദ എക്കണോമി നാച്ചുറലി ഓപ്പറേറ്റ്സ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ്. അടുത്തത് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്സ് എന്നൊരു അസംഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് എത്ര സപ്ലൈ ചെയ്താലും അതിന് ഡിമാൻഡ് ഉണ്ടാവും എന്നൊരു കോൺസെപ്റ്റാണ് ഈ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ ഒരു അസംഷൻ ആണ്. അത് വാട്ട് എവർ ഈസ് പ്രൊഡ്യൂസ്ഡ് വിൽ ഓട്ടോമാറ്റിക്കലി ബി സോൾഡ്. അടുത്തത് വേജ് ആൻഡ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണ്. അത് റിജിഡ് അല്ല, മാറിക്കൊണ്ടിരിക്കുന്ന വേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ആൾക്കാരുടെ ശമ്പളം കൊടുക്കുന്ന വേജസ് ആൻഡ് പ്രൈസ്, ഇത് രണ്ടും മാറിക്കൊണ്ടിരിക്കും. അതായത് വേജസ് ആൻഡ് പ്രൈസസ് അഡ്ജസ്റ്റ് ഫ്രീലി. ഇത് രണ്ടും ഫ്രീ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഏതിനനുസരിച്ച്? ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഓർ സപ്ലൈ. ഡിമാൻഡിലോ സപ്ലൈയിലോ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേജും മാറും, വിലയും മാറും. സാധനങ്ങളുടെ വിലയും മാറും. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമുക്കറിയാം, അതിന്റെ എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജനസ് പ്രൊഡക്റ്റ്, അങ്ങനെ കുറച്ച്. അത് അറിയാത്തവർക്ക് ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി വീഡിയോ ഉണ്ട്, ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ് കേട്ടോ. അപ്പം ആൾ മാർക്കറ്റ്സ് ആർ പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് ആണ്. അത് മറ്റൊരു അസംഷൻ. അടുത്തത് മണി ഈസ് ന്യൂട്രൽ. അതായത് മണി ന്യൂട്രൽ ആണ്. അതായത് ഈ റിയൽ ഔട്ട്പുട്ട് കൂടുന്നതും കുറയുന്ന കാര്യത്തിൽ മണിക്ക് യാതൊരു പങ്കുമില്ല, പണത്തിന് യാതൊരു പങ്കുമില്ല. ചേഞ്ചസ് ഇൻ മണി സപ്ലൈ അഫക്റ്റ് ഓൺലി പ്രൈസസ്. അതായത് മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ അത് വിലയെ മാത്രമേ ബാധിക്കത്തുള്ളൂ, റിയൽ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. പ്രത്യേകം ഓർക്കേണ്ടത് റിയൽ ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. അടുത്തത് അവസാനത്തേത് നോ ഗവൺമെന്റ് ഓർ എക്സ്റ്റേണൽ ഇന്റർഫറൻസ്. അതായത് പുറമേ നിന്നുള്ള യാതൊരു ഇടപെടലും ഇല്ല. അതായത് ലൈസൻസ് ഫെയർ പോളിസിയാണ്, ഫ്രീ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഗവൺമെന്റ് ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട അസംഷൻസ്, സിമ്പിൾ ആയിട്ടുള്ള അസംഷൻസ് ആണ്. അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആണ്. എങ്ങനെയാണ് ഒരു എക്കണോമിയിൽ ഔട്ട്പുട്ട് തീരുമാനിക്കുന്നതെന്ന്. അതായത് ഇൻ ദ ക്ലാസിക്കൽ മോഡൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഇതിനനുസരിച്ചാണ് ഒരു എക്കണോമിയിൽ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് LKT. ഇത്രയേ ഉള്ളൂ. അത് ഇവിടെ Y എന്ന് പറയുന്നത് നമുക്കറിയാം ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിനെയാണ് ഈ Y എന്ന് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. L ലേബർ ആണ്, K ക്യാപിറ്റൽ ആണ്, T ടെക്നോളജി. അപ്പോൾ ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി, ഇതിന്റെ മൂന്നിന്റെയും ഫംഗ്ഷൻ ആണ് ഔട്ട്പുട്ട്. അത് അങ്ങനെ തന്നെയാണ്. അപ്പം അതായത് ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ആർ ഫിക്സ്ഡ് ഇൻ ദ ഷോർട്ട് റൺ. ടെക്നോളജിയും ക്യാപിറ്റലും ഷോർട്ട് റണ്ണിൽ ഫിക്സ്ഡ് ആണ്.
അതായത് ലോങ് റണ്ണിൽ എന്ത് ചെയ്യാം, കൂടുതൽ ടെക്നോളജിക്ക് കൊണ്ടുവരാം, ക്യാപിറ്റലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം, മെഷീനറീസ് ഒക്കെ മേടിച്ച് പ്രൊഡക്ഷൻ നടത്താം. സോ ഔട്ട്പുട്ട് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ലേബർ. അതായത് ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട് പ്രധാനമായിട്ടും ലേബറിനെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കുന്നത്. കാര്യം എന്താണ്, മറ്റ് രണ്ട് ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ലേബറിന്റെ ആൾക്കാരുടെ എണ്ണം കൂടുതൽ ആൾക്കാരെ വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു എക്കണോമിയിൽ ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത്. അടുത്തത് ഈ തിയറി പ്രകാരമുള്ള ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം നോക്കാം. ദ ക്ലാസിക്കൽ എക്കണോമിക്സ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് എംപ്ലോയ്മെന്റ്, അതായത് എംപ്ലോയ്മെന്റ് തീരുമാനിക്കുന്നത് ലേബർ മാർക്കറ്റിലാണ്. ഓക്കെ, എംപ്ലോയ്മെന്റ് ആൻഡ് ഹെൻസ് ഔട്ട്പുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹെൻസ് ഔട്ട്പുട്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത് ലേബർ മാർക്കറ്റിലാണ്. ഓക്കെ, ഇവിടെ ലേബർ ഡിമാൻഡ്, അതായത് ലേബർ ഡിമാൻഡ് ലേബർ സപ്ലൈ ഉണ്ട്. ലേബർ സപ്ലൈ എന്ന് പറയുന്നത് എത്ര ആൾക്കാർ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്നുള്ളത്. ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫേംസിന് എത്ര ആൾക്കാരെ തൊഴിൽ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും തുല്യമാകുമ്പോഴാണല്ലോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സപ്ലൈ ചെയ്തതും സപ്ലൈയും ഡിമാൻഡും തുല്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ലേബർ ഡിമാൻഡ് LD എന്ന് സൂചിപ്പിക്കുന്നു. ഡിപ്പെൻഡ്സ് ഓൺ റിയൽ വേജ്. റിയൽ വേജ് എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ലേബർ ഡിമാൻഡ് ഇരിക്കുന്നത്. അതിന് മാത്രമല്ല റിയൽ വേജിനെയും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനെയും, അതായത് ഒരു ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി, അദ്ദേഹത്തിന് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു, പെർ അവറിൽ എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ റിയൽ വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. W/P ആണ്. അതായത് അവിടെ W നോമിനൽ വേജും P എന്ന് പറയുന്നത് പ്രൈസ് ലെവലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ എടുത്തിട്ടാണ് ഈ പ്രൈസ് ലെവലിനനുസരിച്ച് വേജ്, അത് മൊത്തം ഇപ്പം GDP പെർ ക്യാപിറ്റ എടുക്കുന്ന പോലെ. ഇപ്പം GDP പെർ ക്യാപിറ്റ വെച്ചാൽ പിന്നെ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. അതുപോലെ ടോട്ടൽ ഒരു മൊത്തത്തിലുള്ള ഒരു വേജാണ് എന്ന് പറയുന്നത്, മൊത്തം ജനതയുടെ ആ ഒരു ആവറേജ് വേജാണ് ഈ റിയൽ വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ MPL, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഇത് രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലേബർ ഡിമാൻഡ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം ലേബർ സപ്ലൈയും ഏതിനെ റിയൽ വേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലേബർ സപ്ലൈയും തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേബർ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലേബർ സപ്ലൈ, LD ഈസ് ഈക്വൽ ടു LS വരുമ്പോഴത്തേക്ക് അവിടെ ഇക്വിലിബ്രിയമായി. ഓക്കെ, ദിസ് ഡിറ്റർമൈൻസ് ദ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ലേബർ. അത് L സ്റ്റാർ. ഇതാണ് എന്ത് തീരുമാനിക്കുന്നത്, ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ലേബർ, L സ്റ്റാർ എന്ന ഘടകം തീരുമാനിക്കുന്നത്. അടുത്തത് ഔട്ട്പുട്ട് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. അതായത് ലേബർ മാർക്കറ്റിൽ എംപ്ലോയ്മെന്റ് തീരുമാനിക്കുന്നതോടൊപ്പം ഹെൻസ് ഔട്ട്പുട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഔട്ട്പുട്ടും അതോടൊപ്പം തീരുമാനിക്കപ്പെടുന്നു. ഓക്കെ, അതിൽ ഔട്ട്പുട്ടിന്റെ കാര്യമാണ് ഈ പറയുന്നത്. വൺസ് ഫുൾ എംപ്ലോയ്മെന്റ്, L സ്റ്റാറിലാണല്ലോ ഫുൾ എംപ്ലോയ്മെന്റ് വരുന്നത്, ഈസ് ഡിറ്റർമൈൻഡ്. അതായത് ഫുൾ എംപ്ലോയ്മെന്റ് തീരുമാനിക്കുമ്പോഴത്തേക്ക് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ടും തീരുമാനിക്കപ്പെടുന്നു. അത് Y സ്റ്റാർ എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഈ Y സ്റ്റാർ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ, ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി. ഇത്രയേ ഉള്ളൂ. അതായത് ഇത് L ആൻഡ് K, L, K ആൻഡ് T ഈ മൂന്നിന്റെയും കൂടെ ഒരു ഫംഗ്ഷനാണ് ഔട്ട്പുട്ട് തീരുമാനിക്കപ്പെടുന്നത്. ദിസ് Y സ്റ്റാർ ഈസ് ദ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്. അതാണ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടുത്തത് റോൾ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. അത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി, ഈ തിയറി പ്രകാരം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി ഈക്വൽസ് അഗ്രിഗേറ്റ് സപ്ലൈ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലായിട്ട് അഗ്രിഗേറ്റ് സപ്ലൈ ആയിട്ട് ഈക്വൽ ആയിട്ട് പോകും. എന്താണ്, സെയിൽസ് ലാ ഉള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വാട്ട് എവർ ഈസ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി സോൾഡ്. എന്ത് ഉൽപ്പാദിപ്പിച്ചാലും അത് വിൽക്കപ്പെടുന്ന ഒരു തിയറിയാണല്ലോ സെയിൽസ് ലാ പറയുന്നത്. അപ്പം ഇഫ് ഡിമാൻഡ് ഫോൾസ്, അപ്പം ഇങ്ങനെ സെയിൽസ് ലാ പറയുകയാണെന്ന് പറയല്ലേ, അപ്പം ഡിമാൻഡ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും വേജസും ഓട്ടോമാറ്റിക്കലായിട്ട് ഡൗൺവേർഡ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യപ്പെടും. മനസ്സിലല്ലേ? അത് കുറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് therefore there is no involuntary unemployment. അതായത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വെച്ചാൽ റിയൽ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ്, അതായത് ആൾക്കാർ തൊഴിൽ ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നാൽ തൊഴിലില്ല എന്നൊരു സിറ്റുവേഷൻ ആണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഇവിടെ ഇല്ല. ഓക്കെ, ഓൺലി ടെമ്പററി ഓർ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, അതായത് താൽക്കാലികമായിട്ടുള്ളതോ ഫ്രിക്ഷണൽ ആയിട്ടുള്ളതോ ഉള്ള അൺഎംപ്ലോയ്മെന്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിലിലേക്ക് ഒരു തൊഴിലാളി പ്രവേശിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പ് വരത്തില്ലേ, ആ ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഇല്ല, ടെമ്പററി താൽക്കാലികമായിട്ടുള്ളതും ഫ്രിക്ഷണൽ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ഈ എക്കണോമിയിൽ ഉള്ളൂ. ഇനി നമുക്ക് ഈ തിയറിയുടെ വിമർശനങ്ങൾ നോക്കാം. അൺറിയലിസ്റ്റിക് അസംപ്ഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ്. ഈ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതായത് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നടക്കാത്ത കാര്യം. അപ്പോൾ അതൊരു അൺറിയലിസ്റ്റിക് ആണ്. അത് മോഡേൺ എക്കണോമീസ് ഫേസ് അൺഎംപ്ലോയ്മെന്റ്. മോഡേൺ എക്കണോമിയിൽ എന്തുണ്ട് അൺഎംപ്ലോയ്മെന്റ്. ഇപ്പോൾ തൊഴിൽ നമുക്കറിയത്തില്ലേ, നമുക്ക് തൊഴിലാത്ത നമുക്ക് ചുറ്റും തന്നെ എത്രയോ ആൾക്കാരുണ്ട്. ഓക്കെ, അതായത് സെയിൽസ് ലാ ഫെയിൽസ്. ഇവിടെ സെയിൽസ് ലാ ഒന്നും നടക്കത്തില്ല, എന്തുണ്ടാക്കിയാലും വിൽക്കപ്പെടുന്നു, അതൊക്കെ നടക്കാത്ത കാര്യമാണ്. ഡിമാൻഡ് മേ ബി ഇൻസഫിഷ്യന്റ്. അപ്പോൾ അത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം മേടിക്കാൻ ആളുണ്ടാവില്ല. ആസ് കെയ്ൻസ് ആർഗ്യൂഡ്, ഇത് കെയ്ൻസ് ആർഗ്യൂ
എഴുതിയിട്ടുണ്ട്. ഓക്കെ, വേജ് ആൻഡ് പ്രൈസ് റിജിഡിറ്റി. ഓക്കെ, അത് വേജും പ്രൈസും റിജിഡ് ആവുന്നുണ്ട്. ഇതിൽ ഫ്ലെക്സിബിൾ ആണെന്നല്ല പറയുന്നത്. വേജസ് ഡു നോട്ട് അഡ്ജസ്റ്റ് ക്വിക്കലി. പെട്ടെന്ന് വേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ഒരു ഫേമിൽ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നത് പെട്ടെന്ന് കൂടാനോ കുറയാനോ സാധ്യതയില്ലല്ലോ. ഓക്കെ, അതൊരു ഒരു കുറച്ച് കാലയളവിലേക്കെങ്കിലും റിജിഡായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് ഇതിനൊരു വിമർശനമാണ്. മണി നോട്ട് ന്യൂട്രൽ ഇൻ ഷോർട്ട് റൺ. അത് നേരത്തെ പറഞ്ഞല്ലോ, പണം ന്യൂട്രൽ ആണ്, അത് ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ലെന്ന്. അപ്പോൾ മോണിറ്ററി ഫാക്ടേഴ്സ് ക്യാൻ അഫക്റ്റ് ഔട്ട്പുട്ട്. അത് ഔട്ട്പുട്ടിനെ മോണിറ്ററി ഫാക്ടേഴ്സ് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നത് മറ്റൊരു വിമർശനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.